ശവത്തിന് ഒരു നേരത്തെ ഇതിനകത്ത് കാണില്ല. എവിടെ പോയി കിടക്കാണോ എന്തോ. രുക്മിണി, ഡേ രുക്മിണി, തെണ്ടി നടക്കാവും. തെണ്ടേണ്ട പ്രായല്ലേ ആശ്രീകരം. രുക്മിണി, ഡേ രുക്മിണി. ഒരു പണി എടുക്കില്ല, ഒരു വസ്തു ചെയ്യില്ല. ഏത് നേരം നോക്കില്ല തള്ളയുടെ മടിയില്ല. ആ തള്ളയ്ക്കാണെങ്കിൽ അതിനെ താലോലിക്കണത് പാൽപ്പായസം കുടിക്കണ പോലെയാ. ശരിക്ക് തേക്കടി. രുക്മിണി, രുക്മിണി, നിക്കടി. തള്ളയ്ക്ക് അമൃതത്ത് വിളമ്പണതിന് മുമ്പ് ആ കുളിമുറിയിൽ ഇത്തിരി വെള്ളം കോരി വെച്ചൂടെ നിനക്ക്? അതും ഇനി ഞാൻ ചെയ്യണോ? എന്താടി നോക്കി പേടിപ്പിക്കണേ? ഇടി മഴയൊക്കെ കേൾക്കണല്ലോ. അകത്ത് മഴ പെയ്യുന്നുണ്ടോ? മഴ മാത്രല്ല, കൊടുങ്കാറ്റും ഉണ്ട്. ഇപ്പൊ കുളിമുറിയിൽ വെള്ളം കോരി വെക്കാത്തതാ പ്രശ്നം. ഞാൻ കോരി നിറച്ച വെള്ളത്തിൽ മുങ്ങി കുളിച്ച് വന്നിട്ടായി പറയണ. എന്താ അരിദോശ? 3 ഗോതമ്പ് ദോശ വിഴുങ്ങിയാലൊന്നും മുത്തശ്ശിക്ക് വിശപ്പ് മാറില്ല. അതുകൊണ്ട് 2 അരിദോശ ഞാൻ കട്ടു. സ്വന്തം വീട്ടിൽ നിന്ന് അരിദോശ കക്കേ? സ്വന്തം വീട്ടിൽ കള്ളന്മാരുണ്ടായാ പിന്നെ കക്കാതെ വിശപ്പ് മാറുവോ? തുമ്പശ്ശേരി തറവാട്ടില് കല്യാണം ആലോചിച്ച് നടക്കുക അങ്ങേര്. അവിടുത്തെ ആണുങ്ങളുടെ കയ്യിൽ എത്ത് വേണ്ടു. അനുഭവിച്ചോളും. എന്നെ തുമ്പശ്ശേരി കുറുപ്പന്റെ നരിമടയിലേക്ക് എറിയാൻ പോവെന്ന് പറയണ. എന്റെ കുട്ടി ആ നരിമടയിലേക്ക് എറിയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ തറവാട്ടിന്റെ വലിച്ചാനിയ ഈ കാണുന്നത് മുഴുവൻ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. അവന്റെ ഭസ്മ അവിടെ മുഴുവൻ മാറി നടക്കണത്. നിന്റെ മനസ്സിന്റെ കരച്ചില് കാണാണ്ടിരിക്കുവോ? വരും, നിന്നെ രക്ഷിക്കാൻ ഒരാള് വരും, ഉറപ്പായിട്ടും വരും. എന്റെ കൃഷ്ണ. ഈ പൂവ് എങ്ങനെയാ അമ്മിണിക്ക് കിട്ടിയേ? അമ്മിണി നേരത്തെ കുറച്ച് പൂ തന്നു പറഞ്ഞപ്പോ അവൾക്ക് എന്താ സ്വർഗത്തിൽ പൂ കച്ചവടാണെന്നല്ലേ നീ ചോദിച്ചത്? അവള് തന്നത് ദാ ഈ പൂവാ. അവളെ ദഹിപ്പിച്ച ഈ സ്ഥലത്ത് ഞാൻ അന്ന് നട്ട ചെടിയാ ഈ വളർന്ന് പൂത്ത് നിൽക്കണത്. ഇതിങ്ങനെ പൂത്തത് ആദ്യമായിട്ട് ഞാൻ കാണണേ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. അവൾ ഇപ്പോഴും എന്റെ കൂടെയുണ്ട്. ആ ഒരൊറ്റ ധൈര്യത്തിലാ ഈ 2 മക്കളെയും വെച്ച് ഞാനിങ്ങനെ ജീവിക്കുന്നത്. എന്റെ അമ്മിണി, നിന്റെ ജീവൻ രക്ഷിക്കാനാ തുമ്പശ്ശേരി കുറുപ്പിന് ഞാൻ ഈ മണ്ണ് പണയം വെച്ചത്. ആ കുറുപ്പ് എന്നെ ചതിച്ചു. ഈ മണ്ണ് തിരിച്ചു വാങ്ങി നിനക്ക് മോക്ഷം തന്നിട്ടേ ഞാൻ മരിക്കൂ. അതിനു മുമ്പ് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും എന്റെ മക്കളെ വിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. എനിക്കെന്നും നമ്മുടെ മക്കൾ കൂട്ടിനുണ്ട്. അവരെ നീ നല്ലപോലെ അനുഗ്രഹിക്കണം.